ഏകദേശം 55% വരെ മാട്രസിന് ഓഫർ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് അത് പർച്ചേസ് ചെയ്തുകൂടാ? ശരിയാണ്. ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ മാട്രസിന്റെ കാര്യത്തിൽ മാത്രം നോക്കുമ്പോൾ നിങ്ങൾ ഓഫേഴ്സിന്റെ പുറം മാത്രം പോവില്ല. നിങ്ങൾ ക്വാളിറ്റിയോടെ മേക്ക് ഷുവർ ചെയ്യണം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ 1/3 ഓഫ് പാർട്ട് നമ്മൾ മാട്രസിൽ സ്പെൻഡ് ചെയ്യണം. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ഓഫേഴ്സ് കൊടുക്കാൻ പറ്റുന്നത്? ക്വാളിറ്റി വൈസ് നോക്കുവാണെങ്കിൽ അത് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാണ്ട് ഒരിക്കലും ഒരു പരിധി കൂടുതൽ ഓഫീസ് ഒരു കമ്പനിക്കാർക്കും കൊടുക്കാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇപ്പൊ മാർക്കറ്റിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒരു വലിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 50%, buy 1 get 1, അത് 60%, അങ്ങനെ പല പല ഓഫേഴ്സാണ് കൊടുക്കണേ. പക്ഷെ ഇതിന്റെ പുറകിലൊക്കെ ഒന്നല്ലെങ്കിൽ അവർ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യും, അല്ലാണ്ട് ഒരിക്കലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ MRP വലിയൊരു ഹൈക്ക് വരുത്തിയിട്ട് കസ്റ്റമേഴ്സിന് ഹ്യൂജ് ഡിസ്കൗണ്ട്സ് കൊടുക്കും, 50-60. പക്ഷെ ഇതിലെല്ലാം കസ്റ്റമേഴ്സിനാണ് പറ്റിക്കപ്പെടുന്നത്. നമ്മൾ മാട്രസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടിട്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള മാട്രസ് പർച്ചേസ് ചെയ്യാൻ നോക്കും. നിങ്ങൾ ഓഫീസിന്റെ പുറം മാത്രം പോകാണ്ട്. അല്ലെങ്കിൽ ഓഫീസിൽ നമ്മൾ സേവ് ചെയ്ത പൈസ ഫ്യൂച്ചറിൽ ഒരു 10x ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ഗ്യാപ്പ് ഓഫ് പീരീഡിൽ നല്ലൊരു കംഫർട്ട് സ്ലീപ്പും കിട്ടില്ല, നല്ലൊരു പ്രൊഡക്റ്റീവ് ആവാനും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഓഫീസിന്റെ പുറം മാത്രം പോകാണ്ട് ഒരു വൈസ് ഡിസിഷൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.